നമസ്കാരം. ഹ്യൂസ്റ്റൺ ക്നാനായ കാത്തലിക് സൊസൈറ്റി പ്രൗഡ്ലി പ്രസൻസ് എൻ്റെ കേരളം. അറബിക്കടലിൽ നിന്നും പരശുരാമൻ കേരളത്തെ വീണ്ടെടുത്ത ചരിത്രത്തിൽ തുടങ്ങി ആധുനിക കേരളത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് എത്തിനോക്കുന്ന ഒരു യാത്രയിലേക്ക് ഹ്യൂസ്റ്റനോടൊപ്പം നിങ്ങൾക്ക് സ്വാഗതം. ഈ യാത്രയിൽ കേരളത്തിൻ്റെ ഐക്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ മഹാബലിയുടെ ചരിത്രം നാട്യരൂപത്തിലും തുടർന്ന് അതിമനോഹരമായൊരു നൃത്തരൂപത്തിലൂടെയും അവതരിപ്പിച്ചതിന് ശേഷം കേരളത്തിലെ വിവിധ മത സംസ്കാരങ്ങളിലൂടെയും ആഘോഷങ്ങളുടെയും നൃത്തരൂപങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. തുടർന്ന് പുരോഗമന കേരളത്തിൻ്റെ വക്താക്കളായ വിദേശ മലയാളികളെ സംബന്ധിക്കുന്ന 2 ഭാഗങ്ങളുള്ള ഒരു നാടകത്തിന് ശേഷം കേരളത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ തിലകക്കുറികളായ കേരള സ്ത്രീകളുടെ ജീവിതഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു അപൂർവ നൃത്ത ശൃംഖലയും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഒടുവിൽ ആധുനിക കേരളത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സരസമായ ഒരു സ്കിറ്റിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് ക്നായിത്തൊമ്മൻ്റെ അനുഗ്രഹ ആശംസകളോടെ ഈ നാട്യ നൃത്ത കലായാത്ര സമാപിക്കുന്നു. താങ്ക് യു എവരിബഡി. ജോയിൻ വിത്ത് ഹ്യൂസ്റ്റൺ. തുലാവർഷത്തിൻ്റെ താളപ്പെരുമയിൽ മുളങ്കാടുകൾ ഈണമിടുന്ന പ്രണയഗാനങ്ങൾ, പുള്ളിക്കുയിലുകൾ പാടുന്നത് കേട്ട് പൊട്ടിച്ചിരിച്ചൊഴുകുന്ന കാട്ടാറുകൾ കൂടും പാവം നെയ്യുന്ന നമ്മുടെ സുന്ദര കേരളം. അങ്ങ് കിഴക്ക് ഒരു പിതാവിൻ്റെ ആത്മാർത്ഥതയോടും ഉത്തരവാദിത്വ ബോധത്തോടും കൂടി സഖ്യനിരകൾ ഈ ഹരിതഭൂമിയെ സംരക്ഷിക്കുമ്പോൾ ഒരമ്മയുടെ സ്നേഹത്തോടും വികാര തീവ്രതയോടും കൂടി പടിഞ്ഞാറ് അറബിക്കടൽ ഈ കേരനാടിനെ തലോടുന്നു. അറബിക്കടലിൻ്റെ മടിത്തട്ടിൽ നിന്നും പരശുരാമൻ നമ്മൾക്ക് ദാനമായി നൽകിയ ദൈവത്തിൻ്റെ ആ സ്വന്തം നാട്ടിലേക്ക് ഹ്യൂസ്റ്റൺ ക്നാനായ കാത്തലിക് സൊസൈറ്റിയോടൊപ്പം നിങ്ങളും വന്നാട്ടെ. പരശുരാമ, നീ നിന്റെ തപത്തിൽ നിന്ന് ഉണർന്നാട്ടെ. എന്താണ് മകനെ നിന്റെ ദുഃഖം? പ്രഭു വരുണദേവ, എന്റെ പിതാവിനെ വധിച്ച കർത്തവി രാജനോട് പ്രതികാരം തീർക്കുക വഴി ഞാൻ തിന്മ ചെയ്തു. എന്റെ കുറ്റബോധം എന്നെ വല്ലാതെ അലട്ടുന്നു. എന്റെ മനസ്സിന് ശാന്തി ലഭിക്കുവാൻ ഒരു പിടി മണ്ണ് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വരുണദേവ, ബ്രാഹ്മണ ദാനത്തിനായുള്ള സ്ഥലം കനിഞ്ഞരുളിയാണ്. പരശുരാമ, ഇപ്പോൾ നിനക്ക് തരാനായി ഭൂമിയൊന്നും നമുക്ക് ബാക്കിയില്ല. എങ്കിലും നിന്റെ ദൃഢനിശ്ചയത്തിലും ഉദ്ദേശശുദ്ധിയിലും നാം സംപ്രീതനായിരിക്കുന്നു. അതിനാൽ നീ നിന്റെ കയ്യിലിരിക്കുന്ന മഴു ഈ ഗോകർണത്തിൽ നിന്നും കടലിലേക്ക് എറിയുക. നിന്റെ മഴു വീഴുന്നിടത്തോളം കരയായി മാറട്ടെ. അത് നിന്റെ ആഗ്രഹം പോലെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക. നന്ദി വരുണദേവ, പ്രണാമം. ആയുഷ്മാൻ.
സംസ്കാരത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ജാതിമത ഐക്യത്തിൻ്റെയും അനശ്വര വികാരമാണ് കേരളം വാണ മഹാബലി തമ്പുരാൻ. കേരളത്തിൻ്റെ ഐശ്വര്യത്തിൽ അസൂയാലുക്കളായ ദേവന്മാർക്ക് വേണ്ടി മഹാവിഷ്ണുവിന്റെ പ്രതിരൂപമായി വന്ന വാമനന്റെ കാൽപാദങ്ങൾക്ക് സ്വന്തം ശിരസിൽ ഇടം നൽകി വിനയത്തിന്റെ പ്രതീകമായി മാറിയ മഹാബലിയുടെ കഥ നാട്യരൂപത്തിലും തുടർന്ന് നൃത്തരൂപത്തിലും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. പഴകഥ പറയടി പുള്ളിക്കുയിലേ
ആഘോഷങ്ങൾ കേരളത്തിന്റെ ജീവശ്വാസമാണ്. ശരണം വിളിയും പള്ളിമണിയും വാക്കുവിളിയും ഒരേ വികാരത്തോടെ നെഞ്ചിലേറ്റുന്ന കേരവർഷത്തിന്റെ മലയാളി മണ്ണ്. ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഉള്ള വ്യത്യാസങ്ങളില്ലാതെ ഓണവും ക്രിസ്മസും വിഷുവും റംസാനും ഒരേ മനസ്സോടെ ആഘോഷിക്കുന്നു. കേരളത്തിലെ മത ഐക്യത്തിന്റെയും ആഘോഷങ്ങളുടെയും പ്രതീകമായി കേരളത്തിന്റെ സ്വന്തം പ്രാചീന നൃത്തരൂപങ്ങളെ ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. Thank you.
തങ്കത്തുങ്കത്തതിങ്ങിന ചിങ്കൃതമിടമേളം തകതന്തരി സരിഗമ ഇടതത്തക്കിങ്കിന്തിമി താളങ്കൃത താളം സംഗൃത മമഗരി തങ്കത്തുങ്കത്തതിങ്ങിന ചിങ്കൃതമിടമേളം തകതന്തരി സരിഗമ ഇടതത്തക്കിങ്കിന്തിമി താളങ്കൃത താളം തിരുസ്കരകൾക്ക് ഗഞ്ചത്തെ സുന്ദിരഹൂവിനി സച്ചിത്തിരമൊത്തൊരു ഗഞ്ചത്തെ പിൻകതിരോനോ പിൻപഴങ്കതിരോനിൻ മുഞ്ചത്തെ പിന്തിടുൾ മുടിവര സംഗതി കൊണ്ട് ഗഞ്ചത്തെ മുണ്ണുന്നേ മുടി വണ്ടിന കൊത്ത കറുപ്പു വെരുപ്പം പിന്നുന്നേ മുടഞ്ഞിട്ട കുലിത്തത് കെട്ടഴിച്ചിട്ടാൽ പിന്നിന്നേ ആണ വേടുൽ മാടമ്പാടി വരസുത്ത കാമാനി വള കൊത്ത മീകാനുസാലം വട്ടത്തിൽ മട്ടത്തിൽ മുഖ തകതകജം തങ്കത്തതിങ്ങിന കൃതികിട സംസരിതം ഇല്ലത്തകതിമി താളങ്കൃത ജുംകൃതം സ്വർഗത്തലമിലെ പല തുനി കളിച്ചിരി കുളലികൾ സംകൃത പമകരി തങ്കത്തുങ്കത്തതിങ്ങി കിങ്കൃത തെമികിടമേളം തകതന്തരി സരിഗമ കിടജത്തക്കിങ്ങിന തിന്തിമി താളങ്കൃത താളം ചെമ്പകമല തുടി ചെപ്പിടിയോ വിട്ടടം ഇമ്പമുള്ള അതിശയവാകും തിരുച്ചെഞ്ചലിൽ മികവന്ന പെട്ടേവട്ട ചുമക്കണ്ണൽ പൊന്തിച്ചരിച്ച വെട്ടും നോക്കും പൊൻപവിടമി ചുറ്റും മുട്ടണി വെത്ത വിധം വല്ലും അമ്പൂടെ കാണവാന്ന മരം പൊങ്ങിടും ചീനവരി രസന്തും കാണിക്കുന്ന സംഗീത ധ്വനി രസവാകും സംകൃത പമകരി അംഗത്തുങ്കത്തതിങ്ങിന കിങ്കൃത തെമികിടമേളം തകതന്തരി സരിഗമ അക്കിടജത്തക്കിങ്ങിന തിന്തിമി താളങ്കൃത താളം സംകൃത പമകരി അംഗത്തുങ്കത്തതിങ്ങിന കിങ്കൃത തെമികിടമേളം തകതന്തരി സരിഗമ അക്കിടജത്തക്കിങ്ങിന തിന്തിമി താളങ്കൃത താളം സംകൃത പമകരി അംഗത്തുങ്കത്തതിങ്ങിന കിങ്കൃത തെമികിടമേളം തകതന്തരി സരിഗമ അക്കിടജത്തക്കിങ്ങിന തിന്തിമി താളങ്കൃത താളം സംകൃത പമകരി അംഗത്തുങ്കത്തതിങ്ങിന കിങ്കൃത തെമികിടമേളം തകതന്തരി സരിഗമ അക്കിടജത്തക്കിങ്ങിന തിന്തിമി താളങ്കൃത താളം സംകൃത പമകരി അംഗത്തുങ്കത്തതിങ്ങിന കിങ്കൃത തെമികിടമേളം തകതന്തരി സരിഗമ അക്കിടജത്തക്കിങ്ങിന തിന്തിമി താളങ്കൃത താളം ആളോഹരി വരുമാനത്തിൽ ലോകത്തിന് തന്നെ മാതൃകയും അത്ഭുതവുമാണ് നമ്മളുടെ കൊച്ചു കേരളം. മറ്റു സംസ്ഥാനങ്ങൾക്കെല്ലാം അസൂയ ഉളവാക്കുന്ന കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ പ്രധാന കാരണങ്ങളാണ് കേരള ജനതയുടെ വിദ്യാഭ്യാസ ഉന്നതിയും അതുമൂലമുള്ള വിദേശ കുടിയേറ്റവും. അതുകൊണ്ട് തന്നെ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ പുരോഗമന കേരളത്തിന്റെ മൂലക്കല്ലുകളായ വിദേശ മലയാളിയെയും അവന്റെ പ്രശ്നങ്ങളെയും നമ്മൾക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ലോകത്തെവിടെയായിരുന്നാലും നമ്മളുടെ സംസ്കാരവും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കുന്ന വിദേശ മലയാളികളുടെ പ്രശ്നങ്ങളിലേക്കും കലാപരിപാടികളിലേക്കും ഒന്ന് എത്തി നോക്കിയാലോ? പള്ളി കഴിഞ്ഞിട്ട് നിങ്ങളിത് എവിടെയായിരുന്നു മനുഷ്യനെ? കാറ് കിട്ടിയിട്ട് വേണ്ടേ അവൾക്ക് ജോലിക്ക് പോകാൻ? ആരെന്നായിരുന്നാൽ അങ്ങനെ പലരും വർത്തമാനം പറയട്ടെ. ഓ, എന്താ ഇത്ര പറയാനിരിക്കുന്നത്? നാട്ടിൽ നിന്ന് വന്നിട്ട് 2 വർഷം പോലും ആയിട്ടില്ലല്ലോ. താമസിച്ചു എന്ന് പറഞ്ഞ് അവളാണ്ട് അവിടെ ദേഷ്യപ്പെട്ടിരിക്കുക. നിനക്കറിയാം മത്തായിയുടെ വില.
അടുത്ത ക്രിസ്മസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധം. എന്റെ കർത്താവ്, നിങ്ങളെയോ? അത് നിങ്ങളിവിടെ ആരെങ്കിലും അറിയോ മനുഷ്യനെ? ഇവിടുത്തെ പല നേതാക്കന്മാരും ഇന്ന് എൻ്റെ പുറകെ നടക്കുമായിരുന്നു. എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ശരിയാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഒരു കുറവ്? നീ ഇത്തിരി കുറഞ്ഞാലും അത് ഞാൻ അറിഞ്ഞാൽ പോരെ. ധൈര്യമായിട്ട് അങ്ങ് നിൽക്ക്. അത് എനിക്കെന്തായാലും കുറവൻ കണ്ടു പല്ല് പോയെന്നല്ലോ. എന്റെ അപ്പച്ചനത് എവിടെയായിരുന്നു? എനിക്ക് ജോലിക്ക് പോകാൻ സമയമായെന്ന് അറിയത്തില്ലേ? ഇടി, നീ അറിഞ്ഞോ അപ്പച്ചനെ ഇവിടുത്തെ കമ്മിറ്റി പ്രസിഡന്റ് ആക്കാൻ പോകുന്നു? ഓ, ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ. ആട്ടെ, ഞാൻ പ്രസിഡന്റ് ആകുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? അതെ, സമയത്ത് ജോലിക്ക് ചെന്നില്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റ് എന്നെ പിരിച്ചുവിടും. അത് കഴിഞ്ഞ് വന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് ആലോചിക്കാം. അപ്പച്ചനാ കീങ്ങ് തന്നേ. അമ്മച്ചി കൊച്ചകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. എടി, ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ആദ്യം തന്നെ ഇമെയിൽ അയക്കണമെന്നാ എല്ലാവരും പറയുന്നത്. ആദ്യം അയക്കുന്നവർക്കാ മുൻഗണന. അല്ലേലും ഓടുന്ന പട്ടിക്ക് ഒരു കുഴമ്പേന്നാണല്ലോ പറയാറ്. അത് നീ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നി ഞാൻ എന്നാ ചെയ്യാനാ? എന്തായാലും അച്ഛനെ വിളിച്ച് അനുഗ്രഹം മേടിച്ചിട്ട് തുടങ്ങിയാൽ മതി. അത് ശരിയാ, അച്ഛനെ വിളിച്ച് അനുഗ്രഹം മേടിച്ചേക്കാം. ഒരു നല്ല കാര്യത്തിന് പോലും എന്തുടാ തീരു മനുഷ്യനെ അച്ഛനെ വിളിക്കുന്നത്? ഹലോ, അച്ഛനുണ്ടോ? ഉണ്ടില്ലെങ്കിൽ താനിപ്പോ ചോറ് വിടൂ. അതല്ല, അച്ഛനാണോ? ആണല്ലാതെ പിന്നെ പെണ്ണായിരുന്നെങ്കിൽ മറത്തിച്ചേരിയില്ലായിരുന്നു. അതെ, ആരാ വിളിക്കുന്നത്? അച്ഛോ, ഇത് മത്തായിയാ, എരപ്പക്കാട്ടി മത്തായി. ഞാൻ അടുത്ത ക്രിസ്മസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് നിന്നാലോ എന്നൊരു ആലോചന. ആദ്യം താൻ സമയത്ത് പള്ളി വരാൻ പഠിക്കും. പിന്നെ ആ ചേരുതിയോട് കുർബാനയ്ക്കിടയ്ക്കുള്ള ഈ കുണുകുണാന്നുള്ള വർത്തമാനം നിർത്താം. എല്ലാവരെയും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ എനിക്കേ പറ്റുന്ന മൊത്തത്തിലൊരു അഭിപ്രായം. എല്ലാവരെയും കൂടി ഇങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ മത്തായിക്ക് തന്നെ നാട്ടിൽ താറാവ് വിഷയം. അല്ലക്ക, എനിക്ക് പോത്ത് കച്ചവടമായിരുന്നു. ആ, എന്നാൽ താൻ തന്നെ മതി. ഇവിടുത്തുകാർക്ക് അതാ ചേരുന്നത്. ഏതായാലും എനിക്കിവിടെ വോട്ടൊന്നുമില്ല. എന്നാലും അച്ഛനൊന്ന് അനുഗ്രഹിക്കണം. ആട്ടെ ആട്ടെ, ഓക്കെ. അതെ, അച്ഛൻ നിൽക്കാനാണോ നീ പറഞ്ഞത്? ആർക്കറിയാം, അവസാനം ഓക്കെ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അച്ഛനും പറഞ്ഞല്ലോ. എന്തായാലും നിങ്ങൾ ആ ഇമെയിൽ അങ്ങ് അയക്കേ. ഇനി അത് താമസിച്ചെന്ന് വേണ്ട. അവറാച്ചനും ഗ്രേസിയും ഇന്നാൾ ഇതിൻ്റെ അകത്തുനിന്ന് സജിയുടെ കല്യാണ ഫോട്ടോ എന്നെ കാണിച്ചിരുന്നു. ദേ, ഞാൻ ആൽവിമോന്റെ മുറിയിൽ നിന്നും എടുത്തുകൊണ്ട് വന്നതാ. ആ കൊച്ചനെങ്ങാനും ഞാൻ വഴക്കോട്ടെ. അത് സാരമില്ലെന്നേ, നിങ്ങൾ വേഗം ഇമെയിൽ അങ്ങ് അയക്കേ. ഇതെല്ലാവരും ഒന്നുപോലെ ഇരിക്കുന്നല്ലോ. ഇതെങ്ങനെ ചെയ്യണത്? അത് ഈ പറഞ്ഞാൽ ഇന്നാൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ. ഇനി വല്ലതും പൊട്ടിപ്പോയോ? നീ ആവശ്യമില്ലാത്ത പണിക്കെന്തിനാ പോയത്? ആ ചെറുക്കനെങ്ങാനും അറിഞ്ഞാൽ മതി. ഇനിയേ ഇമെയിൽ അയക്കണ്ടേ? വേറെ ആരെങ്കിലും ആദ്യം അയച്ചാലോ? അമ്മച്ചി എന്തെടുക്കുക? വാട്ട് ആർ യു ഡൂയിങ്? ആ പാൽവിവാൻ വന്നല്ല മോനെ. അപ്പച്ചനോട് ഇമെയിൽ അയക്കണമെന്ന്. അപ്പച്ചൻ ഇമെയിൽ? വാട്ട് ഇമെയിൽ? നിങ്ങളങ്ങ് പറഞ്ഞു കൊടുക്കും മനുഷ്യനെ, അവൻ എഴുതും. സ്നേഹമുള്ള ജ്ഞാനായ മക്കളെ. വാട്ട്? സ്നേഹമുള്ള ജ്ഞാനായ മക്കളെ. You want me to write email in Malayalam? Ask mommy, I don't know Malayalam. ചേട്ടാ, എങ്ങനെ പോകുന്നു? ആ ജോസുകുട്ടി, വല്ലതും നടക്കോ? എന്നെ തന്നെ എന്റെ മത്തായി ചേട്ടാ, എന്റെ ഇടപാട് തീർന്നു. ഇത്രയും ബുദ്ധിമുട്ടാണ് ഞാൻ അറിഞ്ഞത്. എന്നെ തന്നെ എൻ്റെ അല്ലാമ്മേ, ഇലക്ഷന് ഞാൻ തന്നെ നിന്നാ പോരാ, കമ്മിറ്റി വേണം. വൈസ് പ്രസിഡന്റായ ഒരാളെ കണ്ടുപിടിക്കാൻ ജോസുകുട്ടിയെ ഏൽപ്പിച്ചായിരുന്നു. എന്റെ അന്നാമ്മ ചേച്ചി, ഒന്നും പറയണ്ട. ഒരു കണക്കിന് ഒരാളെ ഒപ്പിച്ചു. ഒപ്പിച്ചെന്ന് പറയാം, അത്ര പിടിച്ചാൽ കിട്ടുന്ന ടീമല്ല. എന്നാലും സമ്മതിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്നുണ്ട്. ഹായ് ജോസുകുട്ടി, ഹായ് അന്നമാണ്ടി, ഹായ് മഥായി അങ്കിൾ. ആൻറ്റി ഗ്രേസിന്റെ ഡ്യൂട്ടിയാണോ ആൻറ്റി? അന്നമാണ്ടിക്ക് മനസ്സിലായില്ലേ? ഞാനാ കുക്ക്.
തൊമ്മച്ചന്റെ മോള് കുഞ്ഞിപ്പെണ്ണല്ലേ? അയ്യോ അന്നാമ്മ ചേച്ചി, കുഞ്ഞുകൊണ്ട് തന്നെയായി കുക്കി. ഗ്രീൻ കാർഡ് അടിക്കുന്ന പേപ്പറിലാണെങ്കിലും ആടി കൊണ്ടുവന്ന് ഇവളുമാരുടെ നടക്കാൻ. അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുകൊണ്ട് കുക്കിയാകും, അന്നമ്മ ആനാകും, ത്രേസ്യാമ്മ ട്രീസയാകും, ജൈനമ്മ ജൈനാകും, മറിയാമ്മ മരിയാകും. അത് അതിൻ്റെ ഒരു രീതി. ഒന്ന് പോ ജോസൂട്ടി, ചുമ്മാ കളിയാക്കാതെ. ജോസൂട്ടിയുടെ ഒരു കാര്യം. അത് ശരി, ഞാൻ ഈ കൊച്ചിനെ പള്ളിയിൽ കണ്ടിട്ടേ ഇല്ലല്ലോ. ആൻഡി, അതിനെനിക്ക് ഓഫീക്കറ്റ് സൺഡേയിലെ മാച്ചിൽ വരാൻ പറ്റത്തുള്ളൂ. എവറി അത് വീക്കെൻഡ് എനിക്ക് ഡ്യൂട്ടി അല്ലേ. അപ്പം മതായിക്ക് നമുക്ക് ഒരുമിച്ച് നിൽക്കാം അല്ലേ? ആക്ച്വലി എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടല്ല, ടൈമില്ലെന്നേ. ഈ ജോസൂട്ടിയുടെ ഒറ്റ ഫോഴ്സ് കൊണ്ട് മാത്രം. അതെ, നമുക്ക് ഒരു വട്ടം എല്ലാവരും ഫോൺ വിളിക്കണ്ടേ? പിന്നെ വേണം വേണം. അതെ, ഒരു വട്ടം പോരുന്നേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ലിസ്റ്റിലെ ഈവൻ നമ്പേഴ്സ് വിളിക്കാം. മത്തായികളോട്. എൻ്റെ കൊച്ച്, ഇത്രയും പ്രായമായ ഇങ്ങേരോട് ഓടാൻ പറയുന്നത് ശരിയാണോ? അയ്യോ അന്നാമ്മ ചേച്ചി, മതായി ചേട്ടൻ ഓടാനല്ല പറഞ്ഞേ. കുക്കി ലിസ്റ്റിലെ ഇരട്ട നമ്പർ വിളിക്കും, മതായി ചേട്ടൻ ഒറ്റ നമ്പർ. ഓ അത് ശരി, ഞാനോർത്തു. അപ്പോൾ അങ്കിൾ, ഇനി ചർച്ചിൽ എന്നാ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇടിച്ചൊക്കെ കേൾക്കണം കേട്ടോ. ഇടിക്കാനല്ലേലും അയാൾ പണ്ടേ വിദഗ്ധനാ. ഇടിച്ചടിച്ച് എൻ്റെ മുതുക് മേലായിരിക്കുക. അയ്യോ, എനിക്ക് നീണ്ട ഡ്യൂട്ടിയാ. ഐ ഹാവ് ടു ഗോ. ബൈ അണ്ണമാണ്ടി, ബൈ ജോസൂട്ടി, ബൈ മത്തായി അങ്കിൾ. അതെ, അത് ഇങ്ങനെ തന്നേരെ, ഞാൻ കൊടുത്തോളാന്നേ. വേറെ ഒന്നും അല്ല, പുള്ളിക്കാരനെ സ്പ്രേയുടെ മണം അലർജിയാ. രാത്രിയിലെ ശ്വാസം മുട്ടലുണ്ടാവുന്നേ. ഓക്കെ ഓക്കെ, ബൈ. ഓ, അവളെ ഉമ്മ വയ്ക്കാൻ വന്നപ്പോ അവളെ മസിൽ പിടിച്ച് നിൽക്കുന്ന പോലെയല്ലേ ആ നെഞ്ചു പിടിച്ച് നിൽക്കുന്നത്. പുല്ല് തിന്നാൻ പറ്റിയ ഒരു തൊഴുത്ത്. അപ്പച്ചനെ കമ്മിറ്റിയുടെ പ്രസിഡന്റും വിമൻസ് ഫോറത്തിന്റെ സെക്രട്ടറിയും വിളിച്ചായിരുന്നു. ഹിയർസ് ദ ഫോൺ നമ്പർ. കണ്ടോടി, ഇലക്ഷൻ നിൽക്കുമെന്ന് അറിഞ്ഞപ്പോഴേ. എന്നാ പിന്നെ അവരെയൊക്കെ നേരത്തെ ഒന്ന് വിളിച്ച് പറഞ്ഞേരെ. അത് ശരിയാ. ഹലോ, വനിതാ ഫോറത്തിന്റെ സെക്രട്ടറി ആണോ? ഇത് മത്തായിയ. ഇങ്ങോട്ട് വിളിച്ചെന്ന് ചെറുക്കം പറഞ്ഞു. അതേ മത്തായി ചേട്ടാ, ഇത് അച്ചാമ്മയാണ്. ഇലക്ഷന് നിൽക്കുന്നുണ്ടല്ലേ, ഞങ്ങൾക്ക് എല്ലാം സന്തോഷമായി. ആ, ഇപ്പോഴേ നിങ്ങളെല്ലാം അറിഞ്ഞോ? പിന്നെ മത്തായി ചേട്ടാ, നമ്മുടെ പള്ളിയിലെ അൾത്താരയിലേക്ക് വിമൻസ് ഫോറത്തിന്റെ പേരിൽ 2 ഫ്ലവർ അറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ട്. അത് മത്തായി ചേട്ടൻ തന്നെ സ്പോൺസർ ചെയ്യണം കേട്ടോ. എന്നാ മോളെ? അതേ, പൂച്ചട്ടി. അതേ, മത്തായി ചേട്ടൻ തന്നെ സംഭാവന ചെയ്യണമെന്ന് ആ പെണ്ണുങ്ങളൊക്കെ പറയുന്നത്. അതെ, നിങ്ങളൊക്കെ പറയുമ്പോ ഞാൻ തന്നെയല്ല, എലിസമ്മയുടെ വീട്ടുപണിക്ക് നാട്ടിലേക്ക് അയക്കാമെന്ന് പറഞ്ഞ് എന്നെ ചെയ്യും. അത് ഞാൻ അവളോട് സംസാരിച്ചോളാം. ഇപ്പൊ കാര്യം നടക്കട്ടെ, ഒച്ചകാലം പുറകോട്ട് വെക്കണ്ട. എനിക്ക് ഒരു ഫസ്റ്റ് ലേഡി ആവണമെന്നേ. ആ പെണ്ണ് പറഞ്ഞതുപോലെ ഒറ്റ നമ്പർ നോക്കി. ഹലോ, എത്തപ്പായി ആണോ? What the heck are you talking about? Well, what is Ethapa? You got the wrong number. Stop calling me. എന്റെ അന്നാമ്മേ, ഇതിലെ പകുതി നമ്പരും തെറ്റാ. ഇന്നാളും എനിക്ക് ഇതുപോലെ തെറി കിട്ടി. നിങ്ങൾ ഈ നമ്പർ ഇത് ആരുടെയാണ്? ഇതെന്തോ സ്റ്റീപ്പൻ മറ്റത്താനി എന്നാ പറയുന്നത്. ഇത് നിങ്ങളൊക്കെ വിളിച്ച് പരിചയപ്പെടുന്നേ. ഹലോ, സ്റ്റീപ്പച്ചനാണോ? അതെ. ആ, പിന്നെ മഴയൊക്കെ എങ്ങനെയുണ്ട്? അതിനിപ്പോ എവിടെ മഴ? ഇത് ശരിയാ. ആ, പിന്നെ വൈഫിനെ ഞാൻ പള്ളിയിലൊക്കെ വെച്ച് കാണാറുണ്ട് കേട്ടോ. എന്റെ വൈഫോ? അവളിപ്പോ മരിച്ചിട്ട് 5 വർഷമായില്ലോ. ഓ, ആള് തെറ്റിയതായിരിക്കും. ഞാൻ എരപ്പക്കാട്ടി മത്തായി കമ്മിറ്റിയുടെ പ്രസിഡന്റായി നിൽക്കുന്നു. ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഒന്നും പേടിക്കണം. എന്നാ വെച്ചോട്ടെ.
എന്നാലാട്ടെ താങ്ക് യു. അവൻ എന്തായാലും വോട്ട് ചെയ്യും, പേടിക്കണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, ഇന്നല്ലേ കമ്മ്യൂണിറ്റി സെന്ററിൽ ഫണ്ട് റൈസിംഗ് പരിപാടി നടക്കുന്നത്. VIP ടിക്കറ്റാ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. കാണുന്നവരോടെല്ലാം ഇലക്ഷന്റെ കാര്യം പറഞ്ഞോണം. പെണ്ണുങ്ങളോടെല്ലാം ഞാൻ പറഞ്ഞോളാം. നിഷ്കളങ്കമായ ബാല്യകാലം.